നമസ്കാരം സുഹൃത്തുക്കളെ, ഷാഫിയാണ് വയനാട്. നമ്മളെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ തേനീച്ച കൃഷി ചെയ്യാറുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളെ വീടിൻ്റെ പരിസരത്ത് തേനീച്ച വളർത്തിക്കഴിഞ്ഞാലുള്ള ഗുണം ശുദ്ധമായ തേന് നമുക്ക് ലഭിക്കുകയും നമ്മളെ വീടിൻ്റെ പറമ്പിലുള്ള തെങ്ങ്, കവുങ്ങ് പോലുള്ള ഫലവൃക്ഷ ചെടികളിൽ നിന്ന് നമുക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും. കാരണം തേനീച്ച അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പരാഗണം കൂടുതലായിട്ട് നടക്കും. അതുകൊണ്ട് നമ്മളെ വീടിൻ്റെ പരിസരത്ത്, വീടിനോട് ചുറ്റിപ്പറ്റിയുള്ള കൃഷിയിടങ്ങളിലൊക്കെ ഇതുപോലുള്ള തേനീച്ചക്കൂട് സ്ഥാപിച്ചാൽ ശുദ്ധമായ തേന് നമുക്ക് ലഭിക്കും. ഓക്കെ, എനിവേ, എങ്ങനെയാണ് നമ്മൾ തേനീച്ചക്കൂട്ടിൽ നിന്നും തേനെടുക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, ശുദ്ധമായ തേന് നമ്മൾ കൂട് തുറന്നതിന് ശേഷം ഹണി ചേമ്പിൽ നിന്ന് നമ്മൾ തേനീച്ചയുടെ ഹണി കോമ്പ് എടുക്കുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടോ മുഖം മറക്കുകയോ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ നമ്മൾ സ്മോക്കർ കയ്യിൽ കരുതുക. മാക്സിമം നമ്മൾ തേനീച്ചയ്ക്ക് സ്മോക്ക് ചെയ്ത് തേനീച്ച ഒന്ന് മയക്കണം. നമ്മൾ സ്മോക്കിന് ഉപയോഗിക്കുന്നത് തേങ്ങയുടെ ചകിരി ആണ് ഉപയോഗിക്കുക. വേറെ ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. തേങ്ങ ചകിരി നല്ല പുകച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ സ്മോക്കർ ചെയ്ത് കഴിഞ്ഞാൽ തേനീച്ച നമ്മൾ ഉപദ്രവിക്കുകയില്ല. നമ്മൾ മെയിനായിട്ട് കൊച്ചു കുട്ടികളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നോ അതുപോലെ തന്നെ വേണം നമ്മൾ തേനീച്ചയോട് ഇടപഴകാൻ. അപ്പം അതുകൊണ്ട് തന്നെ തേനീച്ച നമ്മളെ ഉപദ്രവിക്കാറില്ല. ഓക്കെ, ഒരു തേനീച്ച നമ്മൾ കുത്തിയെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ള തേനീച്ചക്ക് പെട്ടെന്ന് സാധിക്കും. ഒരു പ്രത്യേകത, ഒരു സ്മെല്ല് അവർക്ക് കിട്ടുകയും അതുകൊണ്ട് തന്നെ മറ്റുള്ള തേനീച്ചകൾ നമ്മളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഒരു തേനീച്ചയുടെ കുത്തുപോലും നമ്മൾ ഏൽക്കാതെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തേനീച്ചക്കൂട്ടിൽ നിന്ന് നമ്മൾ തേനെടുക്കാൻ. ഏത് കൊച്ചു കുട്ടികൾക്കും ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ആരും അനുകരിക്കരുത്. നിങ്ങൾ ഇതുപോലുള്ള തേനീച്ച കൃഷി വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇതുപോലെ പരിശീലനം തരികയും ഇതുപോലുള്ള കൂടുകൾ നമ്മൾ തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ശുദ്ധമായ തേനിന് പുറമെ നമ്മൾ ഇതുപോലുള്ള തേനീച്ചക്കൂട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അതും അറിയിക്കാം. തേനീച്ചക്കൂടിൽ നമ്മൾ ഹണി ചേമ്പർ എടുത്തതിന് ശേഷം നമ്മളത് ഏറ്റവും പതുക്കെയാണ് നമ്മൾ എടുക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതൊക്കെ. നമ്മൾ സ്പീഡ് കൂട്ടി അർജൻ്റ് ആക്കി കഴിഞ്ഞാൽ തേനീച്ച നമ്മൾ ഉപദ്രവിക്കും. വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശേഷം നമ്മൾ അതിൽ നിന്നും ഹണി കോമ്പിൽ നിന്നും നമ്മൾ സീൽഡ് ചെയ്ത ഭാഗങ്ങൾ ചെത്തി മാറ്റി വൃത്തിയാക്കിയതിന് ശേഷം ഓരോ മുകളിലുള്ള ഭാഗങ്ങളും ഓരോ പാളുകളും നമ്മൾ തുറന്നതിന് ശേഷം തേന് കറക്കിയെടുക്കുന്ന എക്സ്കാർട്ടറിൽ വെച്ചിട്ട് നമ്മൾ തേന് ലെഫ്റ്റും റൈറ്റും വെച്ചതിന് ശേഷം നമ്മൾ കറക്കി മാക്സിമം തേന് അതിൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. വലിയ 4 അറ വെക്കുന്നതും 2 അറ വെക്കുന്നതൊക്കെ ഉണ്ട്. നമ്മൾ 2 അറ വെക്കുന്നതിൽ ലെഫ്റ്റും റൈറ്റും വെച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കറക്കിയെടുത്താൽ നമുക്ക് ഇതുപോലുള്ള ശുദ്ധമായ തേന് നമുക്ക് ലഭിക്കും. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലുള്ള തേന് നമ്മൾ മെഷീനിലൂടെ പ്രോസസ്സിങ് ചെയ്ത് ശുദ്ധീകരിച്ച് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഒന്നാന്തര ശുദ്ധമായ മലയോര മേഖലയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ശുദ്ധമായ തേന് ആവശ്യമെങ്കിൽ എന്നെ വിളിക്കുക. നമ്മളതുപോലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, സ്മോക്കറിൽ നമ്മൾ ഈ തേങ്ങയുടെ ചകിരിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ സ്മോക്കറിൻ്റെ തേനീച്ചയ്ക്ക് വേണ്ടി സ്മോക്കർ തയ്യാറാക്കുക. തേനീച്ച നമ്മൾ ഉപദ്രവിക്കുകയില്ല എന്നുള്ളതിന് തെളിവാണ് നമ്മൾ അവരോട് എങ്ങനെ ഇടപഴകുന്നു അതുപോലെയാണ് തേനീച്ച നമ്മളോട് ഇടപഴകുക. തേനീച്ചക്കൂട്ടിൽ നമ്മൾ ശുദ്ധമായ തേന് എങ്ങനെ എടുത്ത് കഴിക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നൊക്കെ ഫുള്ള് തേനാണ്. പക്ഷെ നമ്മൾ ഈച്ചയോട് നല്ല സൗമ്യമായി ഒരു ഉപദ്രവം മത്സ്യങ്ങൾ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തേനീച്ചക്കൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്താക്കാം, ഹണിക്കോമ്പ് എടുക്കാനും അത് കഴിക്കാനൊക്കെ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായി ഏറ്റവും നല്ല ശുദ്ധമായ തേനിന് എന്നെ വിളിക്കാം. ഇതുപോലുള്ള തേനീച്ചക്കൂട് ആവശ്യമുണ്ടെങ്കിൽ അതിനും എന്നെ വിളിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെറുതേന്, കാട്ടുതേന് ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എന്നെ വിളിക്കാം.